നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം രോഗത്തെ പറ്റിയാണ്. 60 വയസ്സിന് മേലെയുള്ളവരിൽ നമ്മുടെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മുടെ തലച്ചോറിനുള്ളിലെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അഭാവം മൂലമാണ് സംഭവിക്കുന്നത്. ഇത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്ന പ്രായാധിക്യം മൂലം നശിച്ചു പോകുന്നത് മൂലമാണ് സാധാരണയായി ഈ രോഗം കാണുന്നത്. ഇതിന് ഇഡിയോപ്പതിക് പാർക്കിൻസോണിസം എന്ന് പറയുന്നു. ഇത് കൂടാതെ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ പാർക്കിൻസോണിസം രോഗമുണ്ടാകാം. ഇതിനെ വാസ്കുലർ പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ അടിക്കടി തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, പ്രത്യേകിച്ച് ബോക്സേഴ്സിൽ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, മാംഗനീസ് എന്നീ ടോക്സിനുകൾ അല്ലെങ്കിൽ കീടനാശിനികൾ, ഫോസ്ഫേറ്റ് കീടനാശിനികൾ ഉപയോഗിക്കുന്നവരിൽ പാർക്കിൻസോണിസം രോഗം കാണാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസം രോഗത്തിനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൈകാലുകളുടെ വിറയൽ, അതായത് രോഗി വിശ്രമാവസ്ഥയിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു വശത്തുള്ള കൈയിലോ കാലിലോ ആയിരിക്കും ആദ്യം വിറയൽ അനുഭവപ്പെടുന്നത്. ക്രമേണ രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ഈ വിറയൽ മറുഭാഗങ്ങളിലേക്കും എല്ലാ കൈകാലുകളെയും ബാധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് എല്ലാ പ്രവൃത്തികളിലുമുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പം നടക്കുന്നതിൻ്റെ സ്പീഡ് കുറയുക, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയുന്നത്, ഇതൊക്കെയാണ് രണ്ടാമതായി കാണുന്ന രോഗലക്ഷണം. മൂന്നാമതായിട്ട് പേശികളുടെ ദൃഢത, അതായത് ഒരു സ്റ്റിഫ്നെസ്, എല്ലാ ജോയിൻസും മൂവ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇത് ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻ ആയിരിക്കും, പ്രധാനമായിട്ടും ഷോൾഡർ പെയിൻ, പ്രായമായവരിൽ കാണുന്ന ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ മറ്റ് സന്ധികളുടെ വേദന, ഇതെല്ലാം ഈ പേശികളുടെ ദൃഢത മൂലമാണ് സംഭവിക്കുന്നത്. നാലാമതായിട്ടുള്ളതാണ് ബാലൻസ് ഇല്ലായ്മ, അതായത് രോഗി പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ പുറകോട്ട് മറിയുക അല്ലെങ്കിൽ നിരപ്പല്ലാത്ത തറയിൽ നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുക. അപ്പോൾ ഈ 4 ലക്ഷണങ്ങൾ, കൈകാലുകളുടെ വിറയൽ, പേശികളുടെ ദൃഢത, ബാലൻസ് ഇല്ലായ്മ, എല്ലാ കാര്യങ്ങളിലുള്ള ഒരു പതുക്കം, ഈ ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. രോഗനിർണയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ രോഗലക്ഷണങ്ങളെ ആശ്രയിച്ചാണ്. പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കും. വാസ്കുലർ പാർക്കിൻസോണിസം ആണോ, അല്ലെങ്കിൽ തലച്ചോറിലെ ഫ്ലൂയിഡ് പ്രഷർ കൂടുന്നത് മൂലമുണ്ടാകുന്ന നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറയുന്ന രോഗാവസ്ഥ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്രെയിനിൻ്റെ ഇമേജിങ്, CT അല്ലെങ്കിൽ MRI എടുത്തു നോക്കാം. അതുപോലെ മറ്റ് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു നോക്കാം. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ്റെ അഭാവം മൂലമാണ് ഈ പാർക്കിൻസോണിസം രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ലിവോഡോപ്പ എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 സ്റ്റേജസാണ് ഈ രോഗത്തിനുള്ളത്. പൂർണ്ണമായിട്ടുമുള്ള ഒരു ക്യൂർ ഈ രോഗത്തിന് സാധ്യമല്ല. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്യുകയാണ് പ്രധാനം. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ മരുന്നുകൾ ചെറിയ ഡോസിൽ കൊടുക്കുമ്പോൾ രോഗി അത് കൃത്യമായി പ്രതികരിക്കും. എന്നാൽ കാലക്രമേണ ഒരു 7-8 വർഷം കഴിയുമ്പോൾ മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന അളവിൽ കൂടുതലായി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ വരികയും ചെയ്യും. മൂന്നാമത്തെ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും രോഗി പൂർണ്ണമായും ബെഡ് റിഡൻ അല്ലെങ്കിൽ കിടക്കുന്ന അവസ്ഥയിലാവുകയും ഭക്ഷണം എടുക്കുന്നത് കുറയുകയും ചെയ്യും. അതോടൊപ്പം ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ചലനത്തെ ഇത് ബാധിക്കുകയും ആസ്പിറേഷൻ, ന്യൂമോണിയ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ പോലുള്ള കാരണങ്ങൾ മൂലമായിരിക്കും മരണം സംഭവിക്കുന്നത്. അപ്പോൾ മരുന്നുകൾ കൂടാതെ ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിറയലോ അല്ലെങ്കിൽ ബാലൻസ് ഇല്ലായ്മയോ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സർജിക്കലായിട്ടുള്ള തലച്ചോറിനുള്ളിൽ ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ച് തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ചികിത്സാ രീതിയും ഇപ്പോൾ ലഭ്യമാണ്. മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് കൃത്യമായ വ്യായാമം, സൈക്ലിംഗ് പോലുള്ള വ്യായാമം ഈ രോഗലക്ഷണങ്ങളെ ഒരു പരിധിവരെ അതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യും.